സുഹൃത്തുക്കളെ, R4Iയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റോക്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതാണോ അതോ മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപിക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യം മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ ആശയക്കുഴപ്പം ചിലപ്പോൾ മാറിയേക്കും. നമ്മളൊരു ടൂർ പോകാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഒരു ട്രാവൽ ഏജന്റിന്റെ പാക്കേജ് ടൂർ വഴി പോകാനാണോ അതോ സ്വന്തമായി ട്രാവൽ പ്ലാൻ തയ്യാറാക്കി ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോകാനാണോ നാം ഇഷ്ടപ്പെടുക? ടൂർ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെ ഹോട്ടൽ സൗകര്യങ്ങൾ, ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയുമുണ്ടെങ്കിൽ നമുക്ക് അധിക ഫീസ് നൽകി ഒരു പാക്കേജ് ടൂറിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ടൂർ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ടൂർ പാക്കേജ് വഴി പോകുന്നതായിരിക്കുമല്ലേ നല്ലത്. ഈക്വിറ്റി ഇൻവെസ്റ്റ്മെന്റും ഇതുപോലെയാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എക്സ്പെർട്ടായ ഒരു ഫണ്ട് മാനേജറെ നാം യഥാർത്ഥത്തിൽ വാടകയ്ക്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടൂർ ഓപ്പറേറ്റർ സഞ്ചാരികളെ സേഫായി യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് പോലെ ഫണ്ട് മാനേജർമാർ നമുക്ക് നല്ല റിട്ടേൺ ലഭിക്കുന്ന രീതിയിലും നഷ്ടം മിനിമൈസ് ചെയ്യുന്ന രീതിയിലും ഈക്വിറ്റികളിൽ നിക്ഷേപിച്ച് നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പാക്കേജ് ടൂറുകൾക്ക് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഉള്ളതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനും പോസിറ്റീവുകളും നെഗറ്റീവുകളുമുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. കഴിഞ്ഞ 5 വർഷത്തെ പാസ്റ്റ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ 8 പ്രധാനപ്പെട്ട കാറ്റഗറികളിലെ ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും മിനിമം 5 വർഷം പ്രായമുള്ളതും 2000 കോടിക്ക് മേലെ AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ളതും 1% താഴെ മാത്രം എക്സ്പെൻസ് റേഷ്യോ ഉള്ളതുമായ ഫണ്ടുകളെ മാത്രമാണ് ഈ സെലക്ഷനിൽ പരിഗണിച്ചത്. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിലേക്ക് പോകാം. ഇവിടെയോ BSEയുടെയോ ഏതെങ്കിലും ഇൻഡെക്സ് തിരഞ്ഞെടുത്ത് അവയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളിൽ എത്ര വെയിറ്റേജ് ആണോ NSEയും BSEയും നൽകിയിട്ടുള്ളത് അത്ര തന്നെ വെയിറ്റേജ് നൽകി നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇവിടെ ഫണ്ട് മാനേജർമാർക്ക് വലിയ റോൾ ഇല്ലാത്തതിനാൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ഈ കാറ്റഗറിയിലെ ടോപ്പ് ഫണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 8940 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ വെറും 0.2% മാത്രമാണ്. എപ്പോൾ വിത്ഡ്രോ ചെയ്താലും യാതൊരുവിധ എക്സിറ്റ് ചാർജും ഈ ഫണ്ട് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ 13.32%, 3 വർഷത്തെ റിട്ടേൺ 16.48%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, HDFC എന്നിവയാണ്. നിഫ്റ്റി 50യിലെ ടോപ്പ് ഫണ്ടുകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുക. കാരണം ഇത് നിഫ്റ്റി 50 അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. നിഫ്റ്റി ഇൻഡെക്സിലെ ആദ്യ 100 കമ്പനികളിലെ സ്റ്റോക്കുകളിൽ തെരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ. ഈ കാറ്റഗറിയിലെ ടോപ്പ് ഫണ്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഈക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. കാനറ റൊബേക്കോയുടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 8547 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.38% ആണ്. ഈ ഫണ്ടിൽ ചേർന്ന് 1 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് പിടിച്ച് ബാക്കി മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 15.41%, 3 വർഷത്തെ റിട്ടേൺ 18.41%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ്, ആക്സിസ് ബാങ്ക് എന്നിവയാണ്. നിഫ്റ്റിയിലെ ആദ്യ 250 കമ്പനികളിലെ തെരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ഈ കാറ്റഗറിയിലെ ടോപ്പ് ഫണ്ടായി നാം സെലക്ട് ചെയ്തിരിക്കുന്നത് മിറായെ അസറ്റ് എമേർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. മിറായ അസറ്റിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 23,690 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.69% ആണ്. ഈ ഫണ്ടിൽ ചേർന്ന് 1 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് പിടിച്ച് ബാക്കി മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 15.18%, 3 വർഷത്തെ റിട്ടേൺ 21.03%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, റിലയൻസ്, ഇൻഫോസിസ് എന്നിവയാണ്. നിഫ്റ്റിയിലെ ആദ്യ 500 സ്റ്റോക്കുകളിൽ ഫണ്ട് മാനേജറുടെ ഇഷ്ടാനുസരണം
അലോക്കേഷൻ നടത്താൻ കഴിയുന്ന ഫണ്ട് മാനേജർക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു ഫണ്ടാണ് ഫ്ലക്സി ക്യാപ് ഫണ്ട്. ഈ കാറ്റഗറിയിലെ ടോപ്പ് റാങ്ക് ഫണ്ടായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. പരാഗ് പരീഖിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 27,712 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.76% ആണ്. ഈ ഫണ്ടിൽ ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ 10% മുകളിൽ യൂണിറ്റ് വിഡ്രോ ചെയ്താൽ 2% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതുണ്ട്. ഇനി 2 വർഷത്തിനുള്ളിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ഈടാക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 17.57, 3 ഇയർ റിട്ടേൺ 23.86% ആണ്. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 4 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഹോൾഡിംഗ്സ്, HDFC, ITC, ആക്സിസ് ബാങ്ക് എന്നിവയാണ്. ഇത് കൂടാതെ 30% ഇൻവെസ്റ്റ്മെന്റ് US സ്റ്റോക്കുകളിൽ പരാഗ് പരീഖ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടത് ഫേസ്ബുക്ക്, ആമസോൺ, ഗൂഗിൾ പോലെയുള്ള സ്റ്റോക്കുകളാണ്. നിഫ്റ്റിയിലെ ആദ്യ 500 കമ്പനികളിലെ തെരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ 50% ലാർജ് ക്യാപ്പിലും 25% മിഡ് ക്യാപ്പിലും 25% സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ. ഈ കാറ്റഗറിയിലെ ടോപ്പ് റാങ്ക് ഫണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്വാണ്ട് ആക്റ്റീവ് ഡയറക്റ്റ് ഫണ്ട് ഗ്രോത്ത് ആണ്. ക്വാണ്ടിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 3,221 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.58% ആണ്. എപ്പോൾ വിഡ്രോ ചെയ്താലും യാതൊരുവിധ എക്സിറ്റ് ചാർജും ഈ ഫണ്ട് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 22.57%, 3 വർഷത്തെ റിട്ടേൺ 35.18%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ITC, അംബുജ സിമെന്റ്, അദാനി പോർട്ട്, സ്റ്റേറ്റ് ബാങ്ക്, പതഞ്ജലി ഫുഡ് എന്നിവയാണ്. നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്ത 101ാമത്തെ കമ്പനി മുതൽ 250ാമത്തെ കമ്പനി വരെയുള്ള അതിനിടക്കുള്ള 150 കമ്പനികളിൽ നിന്ന് തെരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ഈ കാറ്റഗറിയിലെ നാം തെരഞ്ഞെടുത്തിരിക്കുന്ന ഫണ്ട് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. PGIM ഇന്ത്യയുടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 7,257 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.38% ആണ്. ഈ ഫണ്ടിൽ ചേർന്ന് 90 ദിവസത്തിനുള്ളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 0.5% എക്സിറ്റ് ലോഡ് അവർ ഈടാക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 19.56%, 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 37.9%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ്, ICICI ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡ്, ABB ഇന്ത്യ ലിമിറ്റഡ്, ടിംകൺ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ്. നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്ത 251ാമത്തെ കമ്പനി മുതൽ 500ാമത്തെ കമ്പനിയുടെ ഇടയ്ക്കുള്ള 250 കമ്പനികളിൽ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ. ഈ കാറ്റഗറിയിലെ ടോപ്പ് റാങ്ക് ഫണ്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ആക്സിസിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 10,992 കോടിയാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.52% ആണ്. ഈ ഫണ്ടിൽ ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റഡ് എമൗണ്ടിന്റെ 10% വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ഈടാക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 19.85%, 3 വർഷത്തെ റിട്ടേൺ 28.09%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 4 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നാരായണ ഹൃദയാലയ, ഫൈൻ ഓർഗാനിക്സ്, ഗാലക്സി സർഫക്റ്റൻസ്, ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്നിവയാണ്. ഇൻകം ടാക്സ് ബാധ്യതയുള്ളവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ATCയിൽ നിന്ന് 1.5 ലക്ഷം വരെ ഡിഡക്ട് ചെയ്യാൻ സാധിക്കുന്ന ടാക്സ് സേവർ ഫണ്ടുകളാണ് ELSS ഫണ്ടുകൾ അഥവാ ഈക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഫണ്ടുകൾ. നിഫ്റ്റിയിലെ ആദ്യ 500 സ്റ്റോക്കുകളിൽ ഫണ്ട് മാനേജറുടെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടാണ് ELSS ഫണ്ടുകൾ. ELSSന്റെ പ്രധാന സവിശേഷത അതിന് 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞ് മാത്രമേ ഇൻവെസ്റ്റഡ് എമൗണ്ട് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാറ്റഗറിയിൽ ടോപ്പ് റാങ്ക് ഫണ്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്വാണ്ട് ടാക്സ് പ്ലാൻ ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ക്വാണ്ടിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മൊത്തം ഫണ്ട് വാല്യൂ 2,126 കോടിയാണ്.
ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.57% ആണ്. 3 വർഷം കഴിഞ്ഞുള്ള വിഡ്രോവലിന് യാതൊരുവിധ എക്സിറ്റ് ചാർജും ഈടാക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ 23.91%, 3 വർഷത്തെ റിട്ടേൺ 39.95%. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ITC, അംബുജ സിമെന്റ്, സ്റ്റേറ്റ് ബാങ്ക്, അദാനി പോർട്ട്, റിലയൻസ് എന്നിവയാണ്. ഇവിടെ പരാമർശിച്ച 8 മ്യൂച്വൽ ഫണ്ടുകൾ അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പാസ്റ്റ് പെർഫോമൻസ് ഭാവിയിലും ആവർത്തിക്കാമെന്ന് ആർക്കും ഗ്യാരണ്ടി നൽകാനാവില്ല. നമ്മുടെ ഏജ്, നമ്മുടെ ഗോൾ, നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ്, നമ്മുടെ ടൈം ഹൊറൈസൺ എന്നിവ കണക്കിലെടുത്ത് ഫൈനാൻഷ്യൽ അഡ്വൈസറുമായൊക്കെ കൺസൾട്ട് ചെയ്ത് മാത്രമേ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പരാമർശിച്ച പല ഫണ്ടുകളും നിങ്ങൾക്കാണെങ്കിൽ പലതും ഓവർലാപ്പിംഗ് ആണ്. കോമൺ ആയിട്ട് പല സ്റ്റോക്കുകളും എല്ലാറ്റിലും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും മിനിമം ഒരു 2-3 മ്യൂച്വൽ ഫണ്ടുകൾ മാത്രം മതിയാകും ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.